ഇപ്പോൾ നമുക്കൊരു വിശിഷ്ട അതിഥി നമുക്കൊപ്പം ചേരുകയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. മിസ്റ്റർ സ്വാഗതം കേരള വിഷൻ ന്യൂസ് സ്റ്റുഡിയോയിലേക്ക്. ഇപ്പം കലോത്സവമൊക്കെ കോഴിക്കോടുകാരെ ഞങ്ങളെ ശരിക്കും വിസ്മയിപ്പിച്ചു കളഞ്ഞു കേട്ടോ. ആതിഥേയരായ കോഴിക്കോട് ഈ കലോത്സവം കോഴിക്കോട്ട് വെച്ച് നടത്താൻ പറ്റുമോ എന്ന് മന്ത്രി ശ്രീ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി അഭിപ്രായം ചോദിച്ചപ്പോൾ തന്നെ സധൈര്യം ഏറ്റെടുക്കാൻ പറഞ്ഞു. കോഴിക്കോട് നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. കലോത്സവത്തിൻ്റെ പോരായ്മകൾ സാധാരണ വരുന്നത് എന്തൊക്കെയെന്ന് ഞങ്ങൾ നന്നായി ഹോംവർക്ക് ചെയ്തിരുന്നു. സാധാരണ ഈ കുട്ടികൾ ഈ മേക്കപ്പൊക്കെ ചെയ്ത് കുറേ കാത്തു നിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഉണ്ടാവാറ്. എപ്പോഴും വിമർശനമായിട്ട് വരും. അപ്പം അത് പരിഹരിക്കണം. കാരണം ഈ മേക്കപ്പ് ഇട്ടൊരു വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. അത് പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ നന്നായി ഹോംവർക്ക് ചെയ്തിരുന്നു. പിന്നെ ഒരു പ്രധാന വിഷയം ഞങ്ങൾ കണ്ടത് സമയത്തെല്ലാം നടക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ തന്നെ ആദ്യം എല്ലാ യോഗങ്ങളും സ്വാസംഘ രൂപീകരണ യോഗം, സ്വാസംഘ ഓഫീസ് ഉദ്ഘാടന യോഗം, 21 സബ് കമ്മിറ്റികളുടെയും വിവിധ 100ഓളം യോഗം ഒക്കെ ഞങ്ങൾ സമയത്ത് എത്തി നടത്തി. ഇപ്പം സംഘാടകർ സമയത്ത് കാര്യങ്ങൾ നടത്തുമ്പോൾ സംഘാടനം സ്വാഭാവികമായിട്ടും സമയബന്ധിതമാകും. അത് മത്സരത്തിലും കാണാം. അത് ഇത്തവണ കാണാൻ സാധിച്ചു. രണ്ടാമത്തത്, എത്രത്തോളം ജനങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ്, ജനങ്ങളുടെ പങ്കാളിത്തം സംഘാടനത്തിൽ ഉറപ്പുവരുത്താനാകുമോ അത്രത്തോളം കലോത്സവം ജനകീയമാകും, വിജയകരമാകും. കോഴിക്കോട്ടെ എല്ലാ മേഖലകളിലുള്ള ജനങ്ങളും ഈ കലോത്സവത്തിൻ്റെ ഭാഗമായി, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭാഗമായി, എല്ലാ സംഘടനകളും ഭാഗമായി. ഓട്ടോറിക്ഷ തൊഴിലാളികൾ സൗജന്യ യാത്ര സംഘടിപ്പിച്ചു കുട്ടികൾക്ക്. കുട്ടിയെ ഒരു കലോത്സവ വേദിയിൽ നിന്നും അടുത്ത വേദിയിൽ പെട്ടെന്ന് എത്തിക്കാൻ ഉത്സവ വണ്ടികൾ കോഴിക്കോട്ട് ആകുന്നതായി മാറി. 25,000-ഓളം പേർ, 400,000 പേർക്ക് ഭക്ഷണം ഒരു പ്രയാസമില്ലാതെ കൊടുക്കുന്നു. അതിനുവേണ്ട എല്ലാ സൗകര്യവും, കൈ കഴുകാൻ പൈപ്പ്, മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി. ലോകത്ത് ഇങ്ങനെ ഒരു സർക്കാർ സംവിധാനത്തിൽ ഇത്രയധികം പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടിയില്ല. യഥാർത്ഥത്തിൽ ഗിന്നസ് ബുക്കിൽ പേര് വരേണ്ടതാണ്. അതെ അതെ. അതുപോലെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ, ജനകീയത, എല്ലാവരെയും ഉൾക്കൊള്ളൽ. ഇത് കലോത്സവം ഒരു റിവഞ്ച് സ്റ്റേറ്റ് സ്കൂൾ കലോത്സവമായി മാറി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഇതൊരു റിവഞ്ച് സ്റ്റേറ്റ് സ്കൂൾ കലോത്സവം. റിവഞ്ച് ടൂറിസം ആയതുപോലെ, റിവഞ്ച് ഫെസ്റ്റിവലുകളായതുപോലെ, റിവഞ്ച് ഓണാഘോഷമായതുപോലെ കോവിഡിൻ്റെ ഭാഗമായി ഉണ്ടായ നഷ്ടബോധം, ഒരു പ്രതികാര മനോഭാവം ജനങ്ങളിൽ സൃഷ്ടിച്ചു. അതാണ് ഈ കലോത്സവത്തിൽ കാണാൻ സാധിക്കും. കലോത്സവം ഈ കുട്ടികൾക്കൊക്കെ ഒപ്പം അങ്ങ് കുറച്ച് ദിവസങ്ങൾക്കുണ്ട്, ഒപ്പം അവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഈ പഴയ ഓർമ്മകളിലേക്കൊക്കെ ഒന്ന് പോയാലോ ഒരിക്കൽ കൂടി, നമ്മുടെ കോളേജ് തലങ്ങളിലൊക്കെ? അല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കലോത്സവത്തിൽ പങ്കെടുക്കാറില്ല, സംഘാടകനായിരുന്നു. ക്ലാസ് ലീഡർ, 8ാം ക്ലാസ്സിൽ ക്ലാസ് ലീഡർ ആകുമ്പോൾ അന്ന് 8ാം ക്ലാസ്സിലെ കുട്ടികളെ സ്കൂൾ ഡേക്കും ഫൈൻ ആർട്സ് ഡേക്കും പങ്കെടുപ്പിക്കാൻ, എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. 9ലും അങ്ങനെ തന്നെ, സ്കൂളിൽ അങ്ങനെ പോയി. കോളേജിലെത്തിയപ്പോൾ ഫസ്റ്റ് പ്രീ ഡിഗ്രി റപ്പ് എന്നുള്ളതിൽ ഫസ്റ്റ് പ്രീ ഡിഗ്രി കുട്ടികളെ കോളേജ് ഫൈൻ ആർട്സിനും കലോത്സവത്തിനും പങ്കെടുപ്പിക്കാൻ, പിന്നീട് കോളേജ് UUC യൂണിയൻ ഭാരവാഹിയൊക്കെ ആയപ്പോൾ കോളേജ് കലോത്സവങ്ങളുടെ സംഘാടകനും, പിന്നീട് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹി ആയപ്പോൾ ബിസോൺ കലോത്സവത്തിൻ്റെ കൺവീനറായിരുന്നു. പിന്നെ ബിസോണും ഇൻ്റർസോണും മാത്രമല്ല, കോഴിക്കോട് അന്ന് നാഷണൽ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവൽ നടന്നു, യൂണിഫെസ്റ്റ്, അതിൻ്റെ ഈ സംഘാടനം. അപ്പം അങ്ങനെ ഞങ്ങൾക്കൊക്കെ ചെറുപ്പം മുതലേ ഈ സംഘാടനം അനുഭവമുണ്ട്. അതുകൊണ്ട് ഇത് കൂടുതൽ എളുപ്പമായി. ഈ തിരക്കിൻ്റെ ഇടയിലും ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്, പ്രത്യേകിച്ച് കലോത്സവം മത്സരങ്ങളൊക്കെ? മത്സരം എന്നറിയാം, ഒരു സ്റ്റേജിൽ ഇരിക്കുമ്പോൾ വേറെ പ്രശ്നം വരിക. അപ്പം അവിടെ പോയി ഇടപെടണം. അങ്ങനെ ഇടപെട്ട് പോകുമ്പോൾ എല്ലാം കാണാൻ പറ്റില്ല. എന്നാലും ഇടയ്ക്ക് വന്നിരുന്ന് ഇങ്ങനെ കാണാനൊക്കെ ശ്രമിക്കും. ഈ അടുത്ത വർഷം മുതൽ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു നോൺ വെജും കൂടെ ഉൾപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞു. അത് ഒരുപാട് പേര് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്ന കാര്യം. അതെ അതെ അതെ. അപ്പോൾ ഈ ഫുഡ് ഞങ്ങൾ ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് ഒരു വിസ്മയിപ്പിക്കുന്നത് ഫുഡിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ നമ്മുടെ പഴയുടെ മോഹൻ എന്ന പുതിരി നമ്മളെ വിസ്മയിപ്പിച്ചു. ഫുഡ് വെറൈറ്റി വിഭവങ്ങൾ തന്നെയായിരുന്നു. ഭക്ഷണം നന്നായി, ഇത്ര അധികം പേർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒരു വലിയ സംഭവമല്ലേ. അത് നമ്മളെപ്പോഴും അവരെ നമ്മൾ എവിടെയും കാണുന്നില്ല. ഈ ഭക്ഷണം വിളമ്പുന്നവരെയും അത് ക്ലീൻ ചെയ്യുന്നവരെയും ഒന്നും നമ്മൾ കാണുന്നില്ല. എവിടെയും അവർക്ക് വരാൻ പറ്റില്ല. അവരുടെ ഒരു അധ്വാനം ഭയങ്കരമാണ്. അത് എടുത്തു പറയേണ്ടതാണ്. രാപ്പകലില്ലാതെ അവർ, വിശ്രമമില്ലാതെ എടുത്തു പറയേണ്ടത് അധ്വാനിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾക്കൊപ്പം തന്നെ ഈ തിരക്കുകൾക്കിടയിൽ സമയം ഞങ്ങൾക്ക് തന്നതിന് വളരെയധികം നന്ദി മിസ്റ്റർ. താങ്ക് യു.